ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ നോമ്പിൻ്റെ കാലത്ത് ഫുഡിൻ്റെ ഫോട്ടോ എല്ലാം ഇടുന്ന ചെല്ലിട്ട് വന്നു ആരെന്തു ചെല്ലാൻ വരണ്ട. ഇതെന്ത് ചെല്ലിയെങ്കിൽ എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന ഉമ്മമാരുണ്ടാവും. ഓർക്കെല്ലാം ഇപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇപ്പോൾ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് വൈകിട്ട് 4 മണിയെല്ലാമാണ്. അത് വന്നിട്ടായിട്ട് ഫുഡാക്കാൻ ടൈം ഉണ്ടാകുന്നില്ല. ടൈം ഉണ്ടെങ്കിൽ തന്നെ ആകെ ടയേർഡായിട്ട് കഴിയുന്നുണ്ടാകുന്നില്ല. പിന്നെ നമ്മളെ മക്കളെല്ലാം നോമ്പ് നോക്കുമ്പോഴേക്ക് ഓർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാനും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉമ്മമാർക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് സ്നാക്കിന് പകരം അല്ലെങ്കിൽ ഫുഡിന് പകരം തന്നെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കൽത്തപ്പം പോലെ ഉണ്ടാവും. മാത്രമല്ല ഇതൊരു സിമ്പിൾ കൽത്തപ്പമല്ല, നല്ല ചിക്കൻ്റെ മസാല എല്ലാം സ്റ്റഫ് ചെയ്തിട്ടുണ്ടാക്കിയ കൽത്തപ്പമാണ്. ഈസി ആയിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി എന്തെല്ലാം വേണ്ട ചെല്ലെങ്കിൽ ആദ്യം എന്താക്കുക, നെയ്ച്ചോറിൻ്റെ അരി 1 കപ്പ് നെയ്ച്ചോറിൻ്റെ അരി പോത്തി വെക്കാൻ ചെല്ലെങ്കിൽ കുതിർത്ത് വെക്കാം. ആ ഒരു 10 മിനിറ്റ് വെച്ചങ്ങ് മതി. ആ 10 മിനിറ്റ് ഇത് പോയിരുന്ന നേരത്തൊക്കെ എന്താക്കുക, നമുക്ക് ചിക്കൻ്റെ മസാല റെഡിയാക്കുക, ഫില്ലിങ് റെഡിയാക്കുക. അതിനായിട്ട് ഞാൻ ആകെ ഒരു 4 പീസ് ചിക്കൻ എടുത്തിന്. ഈ 4 പീസ് ചിക്കനിൽ മുളപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലൻ്റെ പൊടിയെല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. എന്നിട്ട് അതിനെ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് പിന്നെ ഒരു 2 നീരുള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കുക. ഒരു 4 അല്ലി വെളുത്തുള്ളി അതേപോലെ കട്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് എന്താക്കുക, ഈ ചിക്കൻ ആദ്യം നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. കുറച്ചെണ്ണ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ആ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ അതേ എണ്ണയിൽ തന്നെ എന്താക്കുക, ഈ നീരുള്ളീനെ ഇങ്ങനെ നല്ല പോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, മല്ലിപ്പൊടി, ചിക്കൻ മസാലൻ്റെ പൊടി, കുറച്ച് മുളപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങിൽ മസാല ആയിട്ടാകുമ്പോഴത്തേക്ക് ഈ ഫ്രൈ ആക്കിയ ചിക്കന് ചെറിയ കൈ കൊണ്ട് തന്നെ ചെറിയ പൊടിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തെങ്കിൽ അവിടെ നമ്മുടെ ഫില്ലിങ്ങായി. അപ്പോൾ പിന്നെ എന്താക്കണം, നേരത്തെ പൊത്തിയ അരിയുണ്ട്, ആ അരി നല്ല പാങ്ങല കൈയിട്ട് മിക്സിയിലിട്ടിട്ട് 1 കപ്പ് തേങ്ങയും ഒരു 2 മുട്ടയും ഉപ്പ് ഇട്ടിട്ട് നല്ല പാങ്ങിൽ അരച്ചെടുക്കുക. അരക്കുന്നത് എങ്ങനെ വെച്ചില്ലെങ്കിൽ നമ്മൾ സാധാരണ കലത്തപ്പോലും കൂട്ടുന്നില്ല, അത്ര നല്ലോണം വെള്ളമാക്കണ്ട, അതിനായിട്ട് കുറച്ചോ ഇതാക്കിയിട്ട് അരച്ചിട്ടെടുക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ കൂട്ടിയിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്ന് പാതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ആക്കുക മൂടിയിട്ട്. എന്നിട്ടായിട്ട് ഈ ചിക്കൻ്റെ ഫില്ലിങ് മൊത്തം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന ബാറ്ററും കൂടിയിട്ട് എന്താക്കുക, ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ലോ ഫ്ലെയിമിലാണ് വേഗം വെച്ചെങ്കിൽ നമ്മളെ സ്നാക്സ് റെഡി. സ്നാക്സുമായിട്ട് യൂസ് ആക്കുക, അല്ലാതെ നമുക്ക് ഫുഡായിട്ട് തന്നെ യൂസ് ആക്കാം. നല്ല ഹെൽത്തിയാണ്, മൈദ ഒന്നുമില്ല, അരിയാണ് നമ്മൾ എടുത്തത്. നല്ല പാങ്ങിൽ ഫുഡിനോ സ്നാക്സിനോ പകരം എല്ലാമായിട്ട് യൂസ് ആക്കാം.